എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആനന്ദ്കുമാർ. ഞങ്ങൾ ഈ ചാനലിൽ കൂടി അവതരിപ്പിക്കാൻ പോകുന്നത് സ്പോക്കൺ ഹിന്ദി ക്ലാസ് ആണ്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഗ്രാമർ ഭാഗമാണ് ഞങ്ങൾ ആദ്യമായി ആരംഭിക്കുന്നത്. ഹിന്ദി ഭാഷ ഇന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും സംസാര ഭാഷയാണ്, പൊതുഭാഷയാണ്, ഭരണഭാഷയാണ്. അപ്പോൾ ആ ഭാഷയെക്കുറിച്ച് അറിയേണ്ടത് നമ്മൾക്കെല്ലാവർക്കും ഒരു അത്യാവശ്യ കാര്യമാണ്. അതിനാൽ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് സ്പോക്കൺ ഹിന്ദിയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായി ഹിന്ദി ഗ്രാമർ ക്ലാസ്സാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് താങ്കൾ എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കണം. അപ്പോൾ ആദ്യമായി ഈ ഹിന്ദി ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിന്ദി ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഭാഷ, രാഷ്ട്രഭാഷയാണ്. പക്ഷേ ആ ഭാഷയിലുള്ളായിരിക്കുന്ന വ്യാകരണ ശൈലിയും അതുപോലെ മറ്റുള്ള ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും എല്ലാം ഞാനിവിടെ വിവരിക്കുന്നതാണ്. ഹിന്ദി ഭാഷയിൽ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഏകവചനം, ബഹുവചനം, പുല്ലിംഗം, സ്ത്രീലിംഗം എന്നിവയ്ക്ക് അനുസരിച്ച് വാചകത്തിൻ്റെ ശൈലിയിലൊക്കെ അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടാകാറുണ്ട്. അതായത് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ വരുന്നു, അവൾ വരുന്നു, അവിടെ വരുന്നു എന്ന് പറയുന്ന ഭാഗത്തിന് യാതൊരു വ്യത്യാസമില്ല. എന്നാൽ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ വഹ് ആത്താ ഹേ പുല്ലിംഗത്തിൽ, അത് അവളാണെങ്കിൽ വഹ് ആത്തി ഹേ. അതുപോലെ തന്നെ അവർ എന്ന് പറയുകയാണെങ്കിൽ വേ ആത്തെ ഹേ. അങ്ങനെയുള്ളതായിരിക്കുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഗ്രാമറിലേക്ക് കടക്കുക. അപ്പോൾ നമ്മളൊരു ഭാഷ സംസാരിക്കുമ്പോൾ ആ വാചകത്തിൽ പ്രധാനമായിട്ടും ഒരു കർത്താവ്, ഒരു കർമ്മം, ഒരു ക്രിയ, അങ്ങനെയുള്ള 2-3 ഘടകങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏതൊരു ഭാഷ സംസാരിക്കുമ്പോഴും അത് ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ, അല്ലെങ്കിൽ നീ, അല്ലെങ്കിൽ നിങ്ങൾ, അങ്ങനെ അതുപോലെ ഏതെങ്കിലും ഒരു പദം വെച്ചാണ് ഒരു വാചകം നമുക്ക് തുടങ്ങുക. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിവിടെ ക്രമപ്രകാരമാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ക്രമപ്രകാരം അതെങ്ങനെ വേണം എന്നുള്ളതായിരിക്കുന്നത് പടിപടിയായിട്ടാണ് ഞാനിത് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വരുന്നു എന്ന് ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ മേ ആത്താ ഹൂം എന്നാണ് പറയുക. അതൊരു പെൺകുട്ടിയാണെങ്കിൽ മേ ആത്തി ഹൂം. അതേസമയത്ത് നമ്മൾ ഒന്നിലധികം ആളുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള പദമാണെങ്കിൽ അവിടെ ഹിന്ദിയിൽ ഹം എന്ന പദം ഉപയോഗിക്കാം. അപ്പോൾ ഹം ആത്തേ ഹേ, ആത്തേ ഹേ, അവിടെ ഹേക്ക് ഒരു കുത്തുണ്ടാവും. അതുപോലെ സ്ത്രീലിംഗ പദമാണെങ്കിൽ ഹം ആത്തി ഹേ. അതുപോലെയാണ് ഹിന്ദി ഭാഷയിലായിരിക്കുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഗ്രാമറിലേക്ക് കടക്കുക. അപ്പോൾ മേ എന്നുള്ളത് ഏകവചനമാണ്. അതുകൊണ്ട് അതേ സമയത്ത് മേ എന്നുള്ളതിനോട് വാചകം അവസാനിക്കുമ്പോൾ ഹു എന്നാണ് ചേർക്കുക. ഇംഗ്ലീഷിൽ ഐ ആം, ഹി ഈസ്, ദേ ആർ എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ ഹിന്ദിയിലും ചില വാചകങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മേ ആത്താ ഹും സ്ത്രീലിംഗ പദമാണെങ്കിൽ മേ ആത്തി ഹും. അത് ഹം ആണെങ്കിൽ ഹം ആത്തേ ഹേ. സ്ത്രീലിംഗ പദമാണെങ്കിൽ ഹം ആത്തി ഹേ. പിന്നെ നീ എന്ന് പറയുന്ന, നമ്മൾ സാധാരണ സംസാരത്തിൽ നീ എന്ന് നമ്മൾ പറയാറില്ല. കാരണം നമ്മളെക്കാളും പ്രായം വളരെ കുറഞ്ഞ ആൾക്കാരോട് മാത്രമേ നീ എന്ന് സംബോധന ചെയ്യാറുള്ളൂ. അതിന് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്ക് തൂ എന്നാണ്. തൂ ആത്താ ഹേ എന്നാ പറയാം. അതൊരു പെൺകുട്ടിയാണെങ്കിൽ തൂ ആത്തി ഹേ. അതേസമയത്ത് നിങ്ങൾ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തും ആത്തേ ഹോ. സ്ത്രീലിംഗമാണെങ്കിൽ തും ആത്തി ഹോ. അപ്പോൾ മേ എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ വാചകം അവസാനിക്കുന്നത് ഹു എന്നാണ്. ഹം എന്നാണെങ്കിൽ അത് ഹേ എന്നുള്ള ഇതിലാണ് അവസാനിക്കുന്നത്, ആകുന്നു. തൂ ആണെങ്കിൽ ഹേ. തും ആണെങ്കിൽ അത് അവസാനിക്കുന്നത് ഹോ. ആപ്പ് ആത്തേ ഹേ. ആപ്പ് ഒരാളാണെങ്കിലും അധികം ആളാണെങ്കിലും നമ്മൾ ബഹുമാന സൂചകമായിട്ടാണ് ആപ്പ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആപ്പ് ആത്തേ ഹേ അങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വർത്തമാനകാല വാചകങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി മനസ്സിലാക്കാൻ, നമ്മൾ സാധാരണ സംസാരിക്കുന്ന ശൈലി ആയതുകൊണ്ട് ഇതൊക്കെ വർത്തമാനകാല ക്രിയയായി ഉപയോഗിച്ചാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേ എന്നുള്ളതിന് ഹു എന്നും, ഹം എന്നുള്ളതിന് ഹേ, തു എന്നുള്ളതിന് ഹേ, തും എന്നുള്ളതിന് ഹോ, ആപ്പ് എന്നുള്ളതിന് ഹേ. പിന്നെ വഹ് അവൻ, അവൻ വരുന്നു എന്നുള്ളതിന് വഹ് ആത്താ ഹേ.
അത് അവൾ വരുന്നുവാണെങ്കിൽ വഹ് ആത്തി ഹേ, ആത്തി ഹേ. അത് അതിൻ്റെ ബഹുവചനം വേ ആണെങ്കിൽ വേ ആത്തേ ഹേ, സ്ത്രീലിംഗ പദമാണെങ്കിൽ വേ ആത്തി ഹേ. അതുപോലെ ആണ് വർത്തമാനകാലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വാചകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശൈലി ഏറ്റവും ലളിതമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ രീതിയിലാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. മേ, ഹം, തു, തും, ആപ്പ്. പിന്നെ വഹ്, യഹ്. യഹ് ആണെങ്കിൽ അങ്ങനെ തന്നെ യഹ് ആത്താ ഹേ, സ്ത്രീലിംഗ പദമാണെങ്കിൽ യഹ് ആത്തി ഹേ. അതിൻ്റെ ബഹുവചനം വരുമ്പോൾ യേ, ഇവർ, ആത്തേ ഹേ, സ്ത്രീലിംഗ പദമാണെങ്കിൽ യേ ആത്തി ഹേ. അപ്പം ഓരോന്നിനെയും വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മേ എന്നുള്ളത് അവസാനിക്കുമ്പോൾ ഹും വർത്തമാനകാലത്തിൽ, ഹം എന്നുള്ളത് വർത്തമാനകാലത്തിൽ അവസാനിക്കുമ്പോൾ ആകുന്നു എന്നുള്ളതിന് ഹേ, തു എന്നുള്ളത് ഹേ, തും എന്നുള്ളത് ഹോ. ഇതിൻ്റെ എല്ലാം അർത്ഥം ആകുന്നു, ആകുന്നു എന്നാണ് ഇവിടെ വർത്തമാനകാലത്തിൽ ഈ പറഞ്ഞ വാചകത്തിന്. വഹാണെങ്കിൽ ഹേ, സ്ത്രീലിംഗ പദമാണെങ്കിൽ ഹേ, വേ ആകുമ്പോൾ ഹേ, യേ ഹേ. അപ്പോൾ ഇപ്രകാരമാണ് നമ്മൾ സാധാരണ പറയുന്ന വാചകത്തിൻ്റെ ശൈലികൾ. പിന്നെ മറ്റുള്ള പദങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ. അപ്പോൾ ലോഗ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ, ജനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ബഹുവചനത്തിൽ വരുള്ളൂ. അപ്പോൾ ലോഗ് ആത്തേ ഹേ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇത് തന്നെ നമ്മൾ തുടർച്ചയായി ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതായത് വരുന്നു എന്നുള്ളതിന് പകരം വന്നുകൊണ്ടിരിക്കുന്നു, പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു പ്രവൃത്തി തുടർച്ചയായി ചെയ്യുന്നൊരു വാചകം ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ മേ ആ രഹാ ഹൂം എന്നാണ് പറയാം. മേ ആ രഹാ ഹൂം. അവിടെ ആദ്യം പറഞ്ഞ് ആത്താഹു എന്നുള്ളൊരു പകരമായിട്ട് ആ രഹാഹു, ആ എന്നുള്ള ആ ക്രിയാധാതുവിനോടുകൂടി ആ രഹാഹു. സ്ത്രീലിംഗമാണെങ്കിൽ ആ രഹീഹു, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഹം ആ രഹേ ഹേ, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഹം ആ രഹി ഹേ, അവിടെ സ്ത്രീലിംഗമാണെങ്കിൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹം ആ രഹി ഹേ. പിന്നെ നീ തു ആ രഹാ ഹേ, നീ വന്നുകൊണ്ടിരിക്കുന്നു. തു ആ രഹാ ഹേ, തു ആ രഹി ഹേ പെൺകുട്ടിയാണെങ്കിൽ. തും ആ രഹേ ഹോ, തും ആ രഹേ ഹോ. നമ്മൾ സമപ്രായക്കാരോട് നമ്മൾ സാധാരണ സംസാരത്തിലൊക്കെ തും എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ എന്നാണ് നമ്മൾ സംബോധന ചെയ്യാറുള്ളത്. അപ്പോൾ തും ആണ് നമ്മൾ സർവ്വസാധാരണ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ തും ആത്തേ ഹോ, അത് സ്ത്രീലിംഗമാണെങ്കിൽ സ്ത്രീകളോട് പറയുകയാണെങ്കിൽ തും ആത്തി ഹോ. അതുപോലെ തന്നെ ആപ്പ്, ആപ്പ് ആത്തേ ഹേ. അപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ പറയുകയാണെങ്കിൽ മേ ആ രഹാ ഹൂँ, മേ ആ രഹി ഹൂँ. പിന്നെ ഹം ആ രഹേ ഹേ, हम आ रही है. तू आ रहा है, तू आ रही है. तुम आ रहे हो, तुम आ रही हो. आप आ रहे हैं, आप आ रही है എന്നുള്ളതാണ്. വഹാണെങ്കിൽ വഹ് ആ രഹാ ഹേ, യഹ് ആ രഹാ ഹേ. സ്ത്രീലിംഗമാണെങ്കിൽ വഹ് ആ രഹി ഹേ, യഹ് ആ രഹി ഹേ. വേ അവർ ആണെങ്കിൽ വേ ആ രഹേ ഹേ, സ്ത്രീലിംഗമാണെങ്കിൽ വേ ആ രഹി ഹേ. യേ ആ രഹേ ഹേ, യേ ആ രഹി ഹേ. ഇത് തുടർച്ചയായി ചെയ്യുന്ന ഒരു തുടർച്ചയായി ചെയ്യുന്നതിനാണ് രഹ വെച്ചിട്ടാണ് അങ്ങനത്തെ വാചകങ്ങൾ തുടർച്ചയായി ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് താങ്കൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്കൾ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്തതായി ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് അവതരിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.